ഇസ്രായേലിലെ കനത്ത ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു. ടെല്ലവീവ്, ഏലിയാത്ത് വടക്കൻ ഇസ്രായേൽ മേഖലയിലാണ് ആക്രമണം. രാജ്യത്തെ യുദ്ധം തുടങ്ങിയ ശേഷം പരിക്കേറ്റവരുടെ എണ്ണം 4800 കവിഞ്ഞിട്ടുണ്ട്. ആക്രമണത്തെ തുടർന്ന് ലെബനനിൽ കൂട്ടപലായനമാണ്. ഇസ്രായേൽ ആക്രമണത്തിനിടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ലെബനനിൽ 1100 പിന്നിട്ടു എന്നതാണ് ദുഃഖകരമായ യാഥാർത്ഥ്യം. ഹിസ്ബുള്ളയെ ഇല്ലാതാക്കാതെ ലെബനനിൽ ആക്രമണം നിർത്തില്ല എന്നാണ് ഇസ്രായേലിന്റെ നിലപാട്. അഫ്താബ് റഹ്മാൻ യുദ്ധത്തിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി റിയാദിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നു. അഫ്താബ്, ഗുഡ് മോർണിംഗ്. ഇതിലിപ്പോ ഒരു വലിയ പ്രതീക്ഷാവഹമായ ചർച്ച ഒരു വശത്ത് നടക്കുന്നുണ്ട് എന്ന് ഡൊണാൾഡ് ട്രംപ് ആണ് പറയുന്നത്. ഇറാൻ സൈനിക വക്താവ് അല്ലെങ്കിൽ അവിടുത്തെ ദേശീയ വാർത്താ ഏജൻസികളൊക്കെ കഴിഞ്ഞ ദിവസം അത് നിഷേധിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് പ്രത്യാശ പകരുന്ന രീതിയിലുള്ള ഒരു ചർച്ച ഇപ്പോൾ ഏതൊക്കെ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്, ആരാണ് അതിൽ മധ്യസ്ഥം വഹിക്കുന്നത്, അതിൻ്റെ അജണ്ടകൾ എങ്ങനെയാണ്, അതൊരു പോസിറ്റീവായ റിസൾട്ടിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കാമോ നമുക്ക്? ഗുഡ് മോർണിംഗ്. സെയ്ഫു സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പ്രതീക്ഷാവഹമായ സ്ഥിതിവിശേഷം ഇപ്പോഴും ഒരു വശത്ത് നിലനിൽക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ട്രംപ് ഇന്നലെ വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം ഇക്കാര്യം വീണ്ടും സ്ഥിരീകരിക്കുന്നുണ്ട്. വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി പറഞ്ഞിരുന്നത് ഇതിപ്പോൾ ആകെ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വെള്ളത്തിൽ കലങ്ങിയ ഒരവസ്ഥയിലാണ് ഈ ചർച്ചയുള്ളത് എന്നുള്ള ഒരു പ്രയോഗമാണ് പ്രസ് സെക്രട്ടറി നടത്തിയത്. ഇതിന് ശേഷമാണ് ട്രംപ് വീണ്ടും ഇപ്പോഴും ശുഭാപ്തി വിശ്വാസത്തിലാണ്. യുഎസിന്റെ പക്ഷത്ത് നിന്ന് വൈസ് പ്രസിഡന്റ് JD വാൻസ്, അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ ഈ ചർച്ച ഇറാനുമായി ഇപ്പോഴും തുടരുന്നു എന്ന് US ഇപ്പോഴും സ്ഥിരീകരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത്, ട്രംപ് ആളുടെ പേര് പറഞ്ഞില്ലെങ്കിലും അദ്ദേഹം പറഞ്ഞത് ഇറാനിലെ ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഒരു വ്യക്തിയുമായി ഇപ്പോഴും ചർച്ചകൾ തുടരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കുന്നത് ഇറാന്റെ പാർലമെന്റ് സ്പീക്കറെ കുറിച്ചാണോ അത് പറഞ്ഞത് എന്നുള്ള സംശയങ്ങൾ മാധ്യമങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ഇതിലൊരു സ്ഥിരീകരണമില്ല. പക്ഷെ ഒരു വശത്ത് ഈ ചർച്ചയുടെ ഒരു പശ്ചാത്തലം നിലനിൽക്കുമ്പോഴും ട്രംപിനെ നമുക്കറിയാം, നേരത്തെ മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ഇറാനിൽ ആക്രമണം തുടങ്ങിയത്. ഈ ചർച്ച നടക്കുമ്പോൾ നേരത്തെ 4500ഓളം മറൈനുകളെ അദ്ദേഹം പശ്ചിമേഷ്യയിലേക്ക് നിയോഗിച്ചിട്ടുണ്ട്. അതിന് പുറമെ ഇപ്പോൾ പെന്റഗണിൽ നിന്ന് വരുന്ന മറ്റൊരു വാർത്ത, 3000ഓളം സൈനികരെ കൂടി പശ്ചിമേഷ്യയിലേക്ക് നിയോഗിക്കാൻ അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉത്തരവ് ലഭിച്ചാൽ 18 മണിക്കൂറിനകം അവർ പശ്ചിമേഷ്യയിലേക്ക് എത്തും. അവരെ എവിടെ നിയോഗിക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നിശ്ചയമില്ല. ഇന്നലെ വാൾ സ്ട്രീറ്റ് ജേർണലൊക്കെ റിപ്പോർട്ട് ചെയ്തത് പ്രകാരമാണെങ്കിൽ സൗദി, ഒപ്പം തന്നെ UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാന്റെ തിരിച്ചടി തുടരുന്ന സാഹചര്യത്തിൽ ഇറാനുമേൽ ശക്തമായ തിരിച്ചടി വേണമെന്ന നിലപാടിൽ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒരു പക്ഷേ അവരുടെ എയർ ബേസുകളിൽ ഈ സൈനികരെ പ്രവേശിപ്പിക്കുമോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഇത് US മാധ്യമങ്ങളാണ് ഈ തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. സൗദിയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു സ്ഥിരീകരണം ഏതായിരുന്നാലും വന്നിട്ടില്ല. ഏതായാലും ഇങ്ങനെ ഒരു പശ്ചാത്തലമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഒരു വശത്ത് ചർച്ചകൾ നടക്കുന്നു, മറുവശത്ത് സൈനിക വിന്യാസം പാരലി നടക്കുന്നുമുണ്ട്. ഇനിയിപ്പോൾ ഇറാന്റെ പക്ഷത്തു നിന്നും ഔദ്യോഗികമായൊരു സ്ഥിരീകരണം ഇതിൽ വന്നിട്ടില്ല. പക്ഷേ US മാധ്യമങ്ങൾ ഇറാനിൽ ചില ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ അവരെ കോട്ട് ചെയ്തുകൊണ്ട് പറയുന്നത്, സുസ്ഥിരമായ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു വെടിനിർത്തലും ഒപ്പം തന്നെ യുദ്ധവിരാമത്തിലേക്കും പോവുകയാണെങ്കിൽ കാര്യങ്ങൾ പരിഗണിക്കാമെന്ന നിലപാടിലാണ് ഇറാൻ ഉള്ളത് എന്നുള്ളതാണ് US മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുന്നത്. ഏതായിരുന്നാലും പൂർണ്ണമായും ഇറാൻ ഇത് നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടില്ല എന്ന് മാത്രമല്ല, അനൌദ്യോഗികമായ ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന ഒരു ചിത്രം. ഒരു വശത്ത് ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരു 5 ദിവസത്തെ ഹാൾട്ടൊക്കെ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ കൂടിയും അതൊന്നും പ്രായോഗിക തലത്തിൽ നടപ്പായിട്ടില്ല. ഇറാനിലേക്ക് വലിയ ആക്രമണം ഇന്നലെ നടക്കുന്നു, അതിന്റെ റിട്ടാലിയേഷൻ ഇന്നുണ്ടാകുന്നു. ടെല്ലവീവ് അടക്കമുള്ള നഗരങ്ങളിൽ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായതായുള്ള വിവരങ്ങളുണ്ട്. അപ്പോൾ ട്രംപ് പ്രഖ്യാപിച്ച ഈ വെടിനിർത്തൽ, 5 ദിവസത്തെ വെടിനിർത്തൽ ഇസ്രായേലും ഇറാനും പൂർണ്ണമായി അംഗീകരിക്കാത്ത ഒന്നായിരുന്നു. അതിനുശേഷം ആ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷം ഇരു രാജ്യങ്ങളുമായുള്ള നാശനഷ്ടങ്ങൾ എങ്ങനെയാണ്? സെയ്ഫു, ഇതൊരു സമ്പൂർണമായ വെടിനിർത്തലായിരുന്നില്ല ട്രംപ് പ്രഖ്യാപിച്ചത്. ട്രംപ് പറഞ്ഞിരുന്നത് പവർ പ്ലാന്റുകളിൽ, അതായത് വൈദ്യുത നിലയങ്ങളിൽ ആക്രമണം ഉണ്ടാകില്ല എന്നാണ് പറഞ്ഞത്. വൈദ്യുത നിലയങ്ങളിൽ സ്വാഭാവികമായിട്ടും ആക്രമണം നടന്നാൽ ബില്യൺ കണക്കിന് ഡോളർ ഇറാൻ നഷ്ടം വരും. പതിറ്റാണ്ടുകൾ അവർക്കത് പുനഃസ്ഥാപിക്കാൻ സമയം വേണ്ടിവരും. അതോടൊപ്പം ആ രാജ്യം പൂർണ്ണമായും ഇരുട്ടിലാക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത്. പക്ഷെ അതിന് പിന്നാലെയാണ് ഇറാനും തിരിച്ചു പറയുന്നത്, പശ്ചിമേഷ്യയിലെ മുഴുവൻ, അതായത് ഗൾഫ് രാജ്യങ്ങളിലെയും US താല്പര്യമുള്ള ഇടങ്ങളിലെയും ഇസ്രായേലിലെയും പവർ പ്ലാന്റുകൾ തിരിച്ചാക്രമിക്കുമെന്ന് പറയുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം 5 ദിവസത്തേക്ക് പവർ പ്ലാന്റുകൾ ആക്രമിക്കില്ല എന്ന് പറഞ്ഞത്. പക്ഷെ അപ്പോൾ തന്നെ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ഈ ആക്രമണത്തിൽ ഭാഗമാകുന്ന രാജ്യം
പറഞ്ഞത് ആക്രമണം ഈ തീരുമാനമാകും വരെ തുടരുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇറാന്റെ ഭാഗത്ത് നിന്നും ഇന്നലെ ഇപ്പോൾ ഇസ്ഫഹാനിലെ പവർ പ്ലാന്റിൽ ആക്രമണം നടന്നതായി പറയുന്നു. പക്ഷേ ഇറാൻ അതിന്റെ ഭാഗമായി തിരിച്ചടി ഒതുങ്ങുന്ന തരത്തിലുള്ള നീക്കത്തിലേക്ക് പോയിട്ടില്ല. നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോഴും ചർച്ചയുടെയും സമവായത്തിന്റെയും ശ്രമങ്ങൾ സജീവമായി തുടരുന്നു എന്നുള്ളതാണ്. പക്ഷേ അതോടൊപ്പം എടുത്തു പറയേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇസ്രായേലിനകത്തേക്ക് അവരുടെ ഡിഫൻസ് സിസ്റ്റങ്ങളുടെ പ്രതിരോധ ശേഷി ചോദ്യം ചെയ്യുന്ന ചില ആക്രമണങ്ങൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും തുടരുകയാണ്. ഇന്നത്തെ മാത്രം പുലർച്ചയിലെ മാത്രം ഉദാഹരണം പറയുകയാണെങ്കിൽ ബിനൈ ബറക് എന്ന് പറയുന്ന ഇസ്രായേലിനകത്തെ പ്രദേശത്തേക്ക്, അതോടൊപ്പം തന്നെ തെൽ അവീവ്, സെൻട്രൽ ഇസ്രായേൽ, ഷിമോണ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് ഇറാന്റെ മിസൈലുകൾ നേരിട്ടെത്തുകയും പതിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഇപ്പോഴും തുടരുകയാണ്. അതിൽ തന്നെ ഇറാൻ ഉപയോഗിക്കുന്ന ഒരു ക്ലസ്റ്റർ ബോംബുകൾ ഘടിപ്പിച്ച മിസൈൽ, അത് ഈ ക്ലസ്റ്റർ ബോംബുകൾ പുറത്തേക്ക് പ്രവഹിക്കുന്നതിന് മുമ്പേ തന്നെ തടയേണ്ടതാണ്. പക്ഷേ അത് തടയാൻ സാധിക്കാത്തതാണ് ഇത്രയധികം. എന്ന് വെച്ചാൽ 4 മരണവും നിരവധി പേർക്ക് പരിക്കേറ്റ റിപ്പോർട്ടുകളും ഇപ്പോഴും വരുന്നുണ്ട്. ലെബനോനിലും സമാനമായ സാഹചര്യം നിലനിൽക്കുകയാണ്. വലിയ തോതിൽ ആൾനാശം അവിടെയും ഉണ്ടാകുന്നുണ്ട്. സൈഫു.